ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആൻസി ജോൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരള സ്റ്റൈൽ ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ റോസ്റ്റ് ഫ്രൈ ഒക്കെ എല്ലാവർക്കും കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമായിരിക്കും അല്ലേ? എന്നാൽ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ തന്നെ അധികമായിട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് കാരണം കഴിക്കാൻ പേടിയുള്ളവരും ഉണ്ടാകും. എന്നാൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒട്ടും ഓയിൽ ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടനോടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ലിവർ ഞാൻ നന്നായിട്ട് വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട്. ഈ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തോടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3-3.5 ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടിയെക്കാട്ടിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടിയുടെ അളവൊക്കെ കുറച്ചുകൂടെ കുറച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബീഫിൻ്റെ ലിവറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ്റെ ലിവർ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയൊക്കെ ഈ ലിവറിൻ്റെ അകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ലിവർ വെന്ത് വരാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ലിവറിന് അത്യാവശ്യം നല്ല വേവുണ്ട്. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് വേവാൻ വേണ്ടി വെച്ചു. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 വിസിൽ വേണമെങ്കിൽ വെക്കണം കേട്ടോ. കാരണം അത്യാവശ്യം നല്ല വേവുണ്ട് ലിവറിന്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് വേവിക്കാം. ഈ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ഈ ലിവറിൽ നന്നായിട്ട് പിടിക്കണം. ഈ അരപ്പ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. ഏകദേശം അരമണിക്കൂറിന് ശേഷം ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ അത്യാവശ്യം നല്ല എരി ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒട്ടും ഓയിൽ ചേർക്കാത്ത ലിവർ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് എണ്ണ ചൂടാക്കിയ ശേഷം ഈ റോസ്റ്റാക്കി വെച്ചേക്കുന്ന ലിവർ ആ എണ്ണയിലേക്ക് ഇട്ട് ഒന്നുകൂടെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ എടുക്കുന്നത് കേട്ടോ. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. എണ്ണ ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയത്തേ ഇല്ല കേട്ടോ. കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരും വരെ ബൈ.